നമസ്കാരം എന്റെ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഒരുപാട് നാളായി വീഡിയോകളൊക്കെ ചെയ്യാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോ ഇക്കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ആസാമിലായിരുന്നു. അവിടെ ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്ന സംഘടന, ഇന്ന് പ്രവർത്തിക്കുന്ന എന്ന് കേട്ടാൽ ഞാൻ ഇതിനു മുൻപ് മറ്റു സംഘടനയിലൊന്നും ഞാൻ പ്രവർത്തിച്ച് പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഘടനയുടെ മുതിർന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്, ഉയർന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് തുറന്നു പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ മേഖല ചാനൽ മേഖല ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ ഇന്നിന്റെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇനി ചാനലുകളിൽ ഇരുന്ന് മാത്രം ഘോരം പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് കൃത്യമായിട്ടും ഓരോ ഹൈന്ദവന് വേണ്ടിയിട്ടും ഈ നാടിന് വേണ്ടിയിട്ടും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടണം എന്നുള്ള ചിന്ത എന്നിൽ ഉറച്ചു വന്നത് കൊണ്ട് തന്നെ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന AHP എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്ന് പറയുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം, ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ നാഷണൽ ബൈഠക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പൂർണ്ണമായിട്ടും. ആസാമിലായിരുന്നു, ഗുവാഹത്തിയിലായിരുന്നു ആസാമിൽ. അവിടെ അത് കഴിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് ഒരുപാട് നാളായി വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങൾ നോക്കൂ, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വരുന്ന ഓരോ മനുഷ്യന്മാരുടെയും സ്വയം സേവകർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ പെടാതെയും അതിൽ പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ചോരയും നീരും ജീവിതവും നൽകിക്കൊണ്ട് പടുത്തുയർത്തിയ ഓരോ പ്രസ്ഥാനവും, ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ അനീതിയുടെയും കള്ളങ്ങളുടെയും കൊള്ളയുടെയും ഒക്കെ ഭീകരമായിട്ടുള്ള വാർത്തകളാണ് എന്ന് പറയുമ്പോൾ കുറെയൊക്കെ നമ്മൾ കണ്ണടച്ചു കളഞ്ഞാലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കണ്ണടച്ചുകൊണ്ട് കിടന്നുറങ്ങാനാവുക എന്ന് ഏതൊക്കെയോ നമ്മളെ കടന്നുപോയ, നമ്മൾക്ക് വേണ്ടി ജീവിതവും ജീവനും ചോരയും നൽകി സ്വന്തം കുടുംബത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി നമ്മളെ കടന്നുപോയ ആളുകളുടെ ആത്മാക്കൾ കൂടുതലായി വന്നുകൊണ്ട്, കൂട്ടത്തോടെ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനാവില്ല. ചിലതൊക്കെ പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞേ തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാവരെയും പോലെ ഞാനും എന്ന രീതിയിൽ ചത്ത് മണ്ണടിഞ്ഞു പോകുമ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അത് ജിഹാദികളുടെ 72 ഹൂറികളെ തേടി പോകുന്നതല്ല. ഇവിടെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാത്ത, അതിനെതിരെ അതല്ലെങ്കിൽ അധർമ്മം വിളയാടുമ്പോൾ ആ അധർമ്മത്തിനെതിരെ കണ്ണടച്ചുകൊണ്ട് കൂട്ടുനിന്നവനല്ലേ നീ എന്ന ചോദ്യം എനിക്ക് ഭഗവത് സന്നിധിയിൽ നേരിടാൻ സാധ്യമല്ല. അതിനെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പച്ചയ്ക്ക് ഉറക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും ഗ്രഹിച്ചോളണം എന്നില്ല. ഇന്ന് രാഷ്ട്രീയപരമായിട്ടും ജാതിപരമായിട്ടും എന്തിനേറെ ായിട്ടും പോലും ആളുകൾ പരസ്പരം തമ്മിൽ തല്ലുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗം ഈ ലോകത്താകമാനം അസമാധാനം വിതച്ചുകൊണ്ട്, ഈ ലോകത്തുള്ള മറ്റ് മനുഷ്യ ജന്മങ്ങൾക്ക് ജീവിക്കാൻ അവസരമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോക ക്രൂരത ചെയ്യുമ്പോൾ നമ്മിൽ നടക്കുന്ന ക്രൂരതകൾ, കൊള്ളകൾ, അരാജകത്വം അത് നമ്മൾ പച്ചയ്ക്ക് പറയാൻ നമ്മൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റവന്മാരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉറക്കി ഉത്തരം പറയാൻ മനസമാധാനത്തോടു കൂടി ഞാൻ അതിനെതിരായിരുന്നു എന്ന് എന്റെ മനസാക്ഷിയിൽ തൊട്ട്, ഹൃദയത്തിൽ തൊട്ട് പറയാൻ എനിക്കാവണം. അപ്പോഴേ ഞാനൊരു മനുഷ്യനാവുന്നുള്ളൂ, ഞാൻ അപ്പോഴേ ഒരു ധർമ്മ സഞ്ചാരിയാവുന്നുള്ളൂ, ധർമ്മ പ്രവർത്തകനാവുന്നുള്ളൂ എന്ന വിശ്വാസം കൊണ്ട് തന്നെ പറയട്ടെ, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോടികൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് വന്നു, അത് വകമാറ്റി അടിച്ചു മാറ്റി കോടികൾ കട്ട് പള്ള വീർപ്പിച്ച് നടക്കുന്നു പല നേതാക്കന്മാരും, ഉയർന്ന പദവിയിലിരിക്കുന്ന നേതാക്കന്മാർ എന്ന് നമ്മൾ കേട്ടു. നമ്മളുടെ മുൻപിലേക്ക് താടിയും വെച്ച്, താടിയും ചൊറിഞ്ഞ് ചിരിയോടുകൂടി വന്ന് നമ്മളെ മയക്കുന്ന സംസാരവും സംസാരിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന് വന്നിട്ടുള്ള ഫണ്ട് കട്ടുമുടിച്ച് പള്ള വീർപ്പിച്ച് പോയവനാണ് നമ്മുടെ മുമ്പിൽ വന്നുപോയ ആ നേതാവ് എന്ന് കേൾക്കുമ്പോൾ ആ സ്ത്രീ ആയിക്കോട്ടെ, ആ പുരുഷനായിക്കോട്ടെ, സംസ്ഥാന മുതിർന്ന എല്ലാവരും ആയിക്കോട്ടെ, ഇവന്മാരൊക്കെ എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട്, വെള്ളപൂശിക്കൊണ്ട് അടിമയായി മാറി ഞാൻ തയ്യാറല്ല അതിനു വേണ്ടി മാറാൻ. കാരണം അങ്ങനെ ഞാൻ മാറുമ്പോൾ അധർമ്മത്തിനെതിരെ കണ്ണടച്ചവനായി മാറും ഞാൻ. അത് ദൈവസന്നിധിയിൽ, ഭഗവത് സന്നിധിയിൽ കുറ്റം തന്നെയാണ്. അധർമ്മം വിളയാടുമ്പോൾ ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ
ആളുകൾ കുറവായിരിക്കാം. ആ സംസാരിക്കുന്നവർക്കെതിരെ ആക്രമണവും, ആ സംസാരിക്കുന്നവർക്കെതിരെ ഒറ്റപ്പെടുത്തലും, ആ സംസാരിക്കുന്നവർക്കെതിരെ പള്ളു വിളിച്ചിലും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും അതൊക്കെ ഏറ്റുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാവുക തന്നെ വേണം. ആലോചിച്ച് നോക്കൂ. ഇനി കേന്ദ്രത്തിലാണെങ്കിലും നോക്കൂ, ലക്ഷക്കണക്കിന് വരുന്ന സ്വയം സേവകർ ജീവനും ജീവിതവും രക്തവും ചോര നീരാക്കിയിട്ട് പോലും ആ രീതിയിൽ പ്രവർത്തിച്ച് നമ്മൾ പടുത്തുയർത്തിയില്ലേ അയോധ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്താണ്? അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന ആളുകളിൽ പല വിധത്തിലുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇത്തരം പുറത്തു വന്ന വാർത്തകൾ ആ വാർത്ത വരാൻ പാടുള്ളതായിരുന്നോ എന്ന് ഏതൊരു ഹിന്ദുവും നെഞ്ചത്ത് കൈവച്ച് ഉറക്കി ചോദിക്കണം. അല്ലാതെ പുറത്ത് വന്ന വാർത്തകൾ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നേതാക്കന്മാർ എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ടം നക്കിക്കൊണ്ട് മൂടും ചന്തിയും കുലുക്കി നടക്കുന്നവളുമാരുടെ അവളുമാരെ കണ്ടുകൊണ്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാവരുത് ഒരനുഭാവിയും ഒരു പ്രവർത്തകനുമെന്ന് ഉറക്കെ പറയാൻ, നെഞ്ചത്ത് കൈവച്ച് പറയാൻ രംഗത്ത് വരുമ്പോഴേ ഒരു സംഘടന ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോ ഈ ആസാമിൽ നടന്ന AHPയുടെ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്, ആ സംഘടനയുടെ ദേശീയ ബൈഠക്കിൽ നടന്ന ആ സമയത്ത് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട തീവ്ര ഹിന്ദുത്വ നേതാവ്, ഹിന്ദു ഹൃദയ സാമ്രാട്ട് പ്രവീൺ ഭായ് തൊഗാഡിയാജി, ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിജിയെ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നറിയാമോ? അയോധ്യ വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, അയോധ്യ ക്ഷേത്രം നിർമ്മിക്കുന്നത് വരെ മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ഹിന്ദുവിന്റെയും സ്വാഭിമാനി അവകാശം നേടിയെടുക്കാൻ വേണ്ടി അതിനുവേണ്ടി ജീവൻ കൊടുത്തുകൊണ്ടും മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്ഷേത്രം പടുത്തുയർത്തി കഴിഞ്ഞതിന് ശേഷം അതിന്റെ നടത്തിപ്പിൽ, അതിന്റെ ഭരണത്തിൽ ഞങ്ങളില്ല എന്ന് അദ്ദേഹം കുറഞ്ഞ 1-2 മിനിറ്റിൽ തന്നെ പ്രസംഗിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് അപ്പോഴാ വാക്കുകൾ കയറിയില്ല. പിന്നെ കൂടുതൽ ആലോചിച്ചപ്പോഴാണ് അതിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. കാരണം ഇന്ന് അവിടെ കള്ളങ്ങളുടെയും കട്ടെടുക്കൽ, ഭഗവാന്റെ മുതൽ കട്ടെടുത്ത് നക്കി ജീവിക്കുന്ന ഒരുപാട് എണ്ണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത കോടികൾ കട്ട് ഭഗവാന്റെ ആ വസ്തുവകകളായിക്കോട്ടെ, ആ സ്വർണമായിക്കോട്ടെ, ഏത് രീതിയിലുമുള്ള മുതലായാലും അത് കട്ടെടുത്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ഷമിക്കാനാവുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ വെളുപ്പിച്ചെടുക്കാനാവുക? ആരെയാണ് നിങ്ങൾ വെളുപ്പിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ വെളുപ്പിക്കുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ ഈ വെളുപ്പിക്കുന്നത് നടത്തുന്നതെന്ന് അറിയാമോ? നമ്മളെ കടന്നുപോയ, ജീവൻ കൊടുത്ത് ഈ പ്രസ്ഥാനത്തെ, ഈ രാജ്യത്തെ നിലനിർത്തി കടന്നു പോയിട്ടുള്ള സ്വയം സേവകർ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ പെട്ടവരും പെടാത്തവരുമായിട്ടുള്ള ആളുകളോടാണ് നിങ്ങൾ അനീതി ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടി ജീവിതം നൽകിപ്പോയ, ജീവൻ ത്യജിച്ച, കുടുംബം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ആത്മാക്കൾക്ക് ആരാണ് ശാന്തി കൊടുക്കുക, സമാധാനം കൊടുക്കുക? ആ ആത്മാക്കളുടെ ജീവന്റെ മേൽ പടുത്തുയർത്തിയ ആ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ പവിത്രത തകർത്തുകൊണ്ട് അവിടെ കൊള്ള നടന്നിരിക്കുന്ന വാർത്ത വരുമ്പോൾ എങ്ങനെയാണ് വെളുപ്പിക്കുന്ന പോരാളികളായി നമ്മൾക്ക് മാറാനാവുക? കേന്ദ്രത്തിൽ അങ്ങനെ നടക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നു. ഇന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന വേളകളിൽ എനിക്ക് കൃത്യമായിട്ടും അറിയുന്ന ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കുക. ഡോക്ടർ പ്രവീൺ ഭായ് തൊഗാഡിയജി പറഞ്ഞ പോലെ ക്ഷേത്രം നിർമ്മിതി വരെയേ ഞങ്ങൾക്ക് കടമയുണ്ടായിരുന്നുള്ളൂ, ധർമ്മമുണ്ടായിരുന്നുള്ളൂ. ആ നിർമ്മിതിക്ക് ശേഷം അവിടെ ഭരണകർത്താക്കളായി വന്നവരും അതല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ളവരും അവിടെ നടത്തിയ കൊള്ളയ്ക്കും കൊള്ളരുതായ്മയ്ക്കും കട്ടെടുക്കലിനും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വലിയ അർത്ഥമുണ്ടല്ലോ. ആ അർത്ഥം പോലെ തന്നെ ഞാൻ ചെറുത് പറയട്ടെ. എനിക്ക് നേരിട്ടറിയാം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾക്കറിയാം, ഓരോ തിരഞ്ഞെടുപ്പിനും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രത്തിൽ നിന്നായാലും അതല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നും സംഭാവന കണക്കിലും മറ്റൊട്ടേറെ രീതിയിൽ ഇവിടേക്ക് ഒഴുകിയെത്തുക എന്ന് നമ്മൾക്കറിയാം. അത് കണക്കിൽ കാണിക്കുന്നതാണോ അല്ലയോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് തന്നെയാണ്. അത് തന്നെയാണ് രാജ്യം ഭരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയും ചെയ്തിട്ടുള്ളത്. അവരുടെ ആഭ്യന്തര കാര്യമാണ്. ആഭ്യന്തര കാര്യത്തിൽ നമ്മൾക്ക് എന്താ കാര്യമെന്ന് ചോദിക്കാം. അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന നമ്മൾ ചിന്തിക്കുക, നമ്മളെ കൂടിയല്ലേ അവർ വഞ്ചിച്ചത് എന്ന വലിയ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്.
നോക്കൂ, എനിക്കറിയുന്ന ഒരു വസ്തുത ഇത്ര മാത്രമാണ്. അതായത് ഒരു പ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ഒരു സൂചന, ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് പറയാം. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ നോട്ടീസ് വിതരണം നടത്തണം, പിന്നെയോ പോസ്റ്ററുകളായിട്ട് ഇറക്കണം, ഫ്ലക്സുകളായിട്ട് ഇറക്കണം, ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ പോസ്റ്ററൊക്കെ അടിക്കുന്ന ഒരു പ്രസ് ഉണ്ട്. എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന, അതല്ലെങ്കിൽ ഏറ്റവും ഇന്റേണൽ ആയിട്ട് പോലും കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രസ്സാണ്. ആ പ്രസ്സിലേക്ക് ആദ്യത്തെ ഓർഡർ തന്നെ വരുന്നു. 1,00,000 പോസ്റ്ററുകൾ നാളെ രാവിലേക്ക് തന്നെ വേണമെന്ന് അർജന്റ് ആയിക്കൊണ്ട് തന്നെ ഒരു ഓർഡർ വരുന്നു. അവർ ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ കിട്ടിയ 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്യുന്നു, അടിച്ചെടുക്കുന്നു, ഉറക്കം പോലും കളഞ്ഞുകൊണ്ട്. രാവിലേക്ക് 25,000 റെഡിയാക്കുന്നു. ഉച്ചയാകുമ്പോഴേക്കും ബാക്കി 25,000 എന്ന കണക്കിൽ, വൈകിട്ടാകുമ്പോഴേക്കും വീണ്ടും 25,000, വീണ്ടും രാത്രിയോടുകൂടി 25,000, അങ്ങനെ 1,00,000 അടിച്ച് തീരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ രാവിലെ വന്ന് 25,000 അടിച്ചു. 25,000 അടിച്ച് അവർ കൊണ്ടുപോയതിനു ശേഷം അടുത്ത 25,000 അടിക്കാൻ അവിടെ വരട്ടെ എന്നുള്ള ചെറിയൊരു പെൻഡിങ് അവിടെ വന്നു. എന്തായാലും പെൻഡിങ് വന്നപ്പോഴേക്കും അവർക്ക് ആ വർക്ക് ചെയ്തുകൊണ്ട് ഒരു ആശ്വാസം കിട്ടി, ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടി. നോക്കൂ, അതിനുശേഷം നടന്ന ചില ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ഇതിന്റെ ആന്തരികമായിട്ടുള്ള ഭീകരത, അതായത് തട്ടിപ്പ്, കോടികൾ തട്ടിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഇത്. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇനി എൻ്റെ അടുത്ത് തെളിവും ചോദിച്ച് ഇത് പറയാ, നീ ആരാടാ എന്ന് ചോദിക്കുന്നതിനോട് ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കാം, ഒറ്റ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. ആരാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നീയൊക്കെ നടപടിയെടുക്കുമോ എന്ന് ഒറ്റ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ വെറുതെ വളവള എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ അടിമയായിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ഒരുത്തനും ഇത് ചോദിച്ച് ഇങ്ങോട്ട് വരേണ്ട. എന്നിട്ട് രസം എന്തെന്നറിയാമോ, ഇതിന് ആ പ്രസ്സിൽ പ്രിന്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ ബാർഗെയിൻ ചെയ്ത് അതൊരു ഹിന്ദുവിന്റെ പ്രസ് തന്നെയാണ്. ഇവിടെ മതം തിരിച്ചുകൂടി പറയേണ്ടതുണ്ട്. ആ ഹിന്ദുവിന്റെ പ്രസ്സിൽ തന്നെ അവരത് ഏൽപ്പിച്ചു. അവിടെ ഏൽപ്പിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു 4.20 ആണ് അതിന്റെ റേറ്റ്. ഞാനിപ്പോ അത് മാസങ്ങൾ കഴിഞ്ഞു, എന്നിരുന്നാലും അതിന്റെ വിവരങ്ങൾ എന്റെ കൈവശമുണ്ട്. 4.20 ആണെന്ന് തോന്നുന്നു. ആ 4.20 വെച്ച് ഇവർ എഗ്രിമെന്റ് ആവുന്നു. അങ്ങനെ 4.20 വെച്ച് ആദ്യത്തെ 25,000 കോപ്പി അടിക്കുന്നു. എന്നിട്ട് കോപ്പി അടിച്ചതിന് ശേഷം ഇദ്ദേഹത്തോട് 7 രൂപയും ചില്ലറയും വെച്ചുകൊണ്ട്, അതായത് ഏകദേശം 3 രൂപയ്ക്ക് മുകളിൽ ഓരോ കോപ്പിക്കും ലാഭം എടുത്തുകൊണ്ട് ബില്ല് എഴുതി കൊടുക്കാൻ പറയുന്നു. പക്ഷേ അദ്ദേഹം ധർമ്മം വിട്ടുകൊണ്ട് ഒരു നടപടിക്കും തയ്യാറാവില്ല. എന്നുള്ളത് അറിയാത്ത പൊട്ടനാണോ എന്നറിയില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റിൽ നിന്നും പെട്ടെന്ന് കൂടുമാറി പുറത്തോട്ട് BJP-യിലേക്ക് എത്തിയ ഒരുത്തനെയാണ് ഈ പരിപാടിക്കൊക്കെ ഏൽപ്പിച്ചത്. ഒരു സഖാവ്, മുൻ സഖാവിനെയാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറാവില്ല എന്ന് പറയുന്നു. അതോടുകൂടി 1,00,000 ഓർഡർ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്സിൽ നിന്ന് ആ 25,000 കൂടി ഇത് നിലയ്ക്കുന്നു. ഇനിയാണ് രസം. ഇനി തൊട്ടടുത്ത് വേറൊരു ക്രിസ്ത്യാനിയുടെ പ്രസ്സുണ്ട്. ആ പ്രസ്സിലേക്ക് പൂർണ്ണമായിട്ടും പിന്നെ ലക്ഷക്കണക്കിന് വരുന്ന ഓർഡറുകളുടെ കോപ്പികൾ പിന്നെ അങ്ങോട്ട് മാറ്റുന്നു. പിന്നീട് നമുക്കത് അറിയാൻ പറ്റി. ഇവരെ ആവശ്യപ്പെട്ട, അതായത് 4.20 വരുന്നതിന് 7.20 അല്ലെങ്കിൽ 7 മുകളിലോ ആവശ്യമായിട്ട് ബില്ല് ചോദിച്ച് കള്ളക്കണക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷങ്ങൾ കക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതിനെതിരെ ആ പ്രസ്സുകാരൻ നിലപാടെടുത്തപ്പോൾ ഒരു ക്രിസ്ത്യാനിയിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ മറ്റൊരു മുസ്ലിമിന്റെ പ്രസ്സിലേക്ക് ചെല്ലുന്നു. അവിടെ 7 അല്ല 70 എഴുതി കൊടുക്കാൻ അവർ തയ്യാറാണ്. കാരണം അവർക്ക് അത്രയും വലിയ ലാഭമാണ് കിട്ടുന്നത്. അങ്ങനെ വലിയ കൊള്ളയാണ് നടത്തിയത്. അതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ചാകരയായി മാറ്റിക്കൊണ്ട് ഇവിടത്തെ നേതാക്കന്മാർ തടിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടത്തെ സാധാരണക്കാരായുള്ള പാവപ്പെട്ട പ്രവർത്തകരുടെ നെഞ്ചത്തുകൂടെ വലിയ ആഡംബര കാറുകളും ഓടിച്ചുകൊണ്ട്, പണ്ട് സൈക്കിൾ പോലും ഇല്ലാതിരുന്ന നേതാക്കന്മാർ പോലും അത്ര കണ്ട് വലിയ ആഡംബര കാറുകളും ആഡംബര വീടുകളും വെച്ച് മാറുന്ന രീതിയിലേക്ക് കോടികൾ അടിച്ചു മാറ്റുന്നത് എന്ന് വേദനയോടെ തന്നെ പറയേണ്ടതുണ്ട്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു എന്താ പറയാ, അത്രയും ബലമുള്ള ഒരു ആളുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ അങ്ങനെ വലിയൊരു ബന്ധമൊന്നും കീപ്പ് ചെയ്യാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഞാൻ ഒരു വേള അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു,
അല്ലയോ സുഹൃത്തെ, നിങ്ങൾ ഇത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒരു നാൾ ഇവിടെ MLA-യോ മന്ത്രിയോ ആയി വരുമ്പോൾ നമ്മുടെ നാട്ടിന് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാകുമോ? നമ്മൾ ഈ നാട്ടിൽ കാണുന്ന അഴിമതിയും ഈ പറയുന്ന സ്വജന പക്ഷപാതവും അല്ലാതെ എന്തെങ്കിലും അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ച സമയത്ത് ആ വ്യക്തി എന്റെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഓ നിങ്ങൾക്ക് വേറെ വല്ല പണിയുമില്ലേ ബൈജുഭായ്, ഇവിടത്തെ നാട്ടുകാരെ സുഖിപ്പിക്കാനൊന്നുമല്ല ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന്. ആ ചോദിച്ചതും ഒരു BJP-കാരനായിരുന്നു, സജീവ നേതാവായിരുന്നു, ഇന്നും സജീവ നേതൃത്വത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ പഴയകാല ജീവിതവും ഇന്നത്തെ ജീവിതവും, പഴയകാല വീടും ചുറ്റുപാടും ഇന്നത്തെ വീടും ചുറ്റുപാടും, സ്ഥലം ചുറ്റുപാടും, സൗകര്യ ചുറ്റുപാടും, ആഡംബര ചുറ്റുപാടും എല്ലാം കാണുമ്പോൾ അന്തം വിട്ട് കണ്ണും വിഴിച്ചു നിൽക്കുന്ന മലയാളി, നീ എല്ലാവരെയും പോലെ അടിമയാവരുത്. നീ ഒരു അന്തം കമ്മിയല്ല, ഒരു അന്തം കൊങ്ങിയുമല്ല. ഇവിടെ ചോദിക്കാനും പറയാനും കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനും ആളുകളുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ നമുക്കാവുകയുള്ളൂ. എല്ലാ നേതാക്കന്മാരും കള്ളന്മാരും കൊള്ളക്കാരും വെട്ടിപ്പുകാരും തട്ടിപ്പുകാരും എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. നമ്മൾക്കറിയാം, കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ BJP-ക്ക് ഇന്ന് 3 MLA-മാരുണ്ട്. ഈ 3-ൽ നിന്ന് 30-ലേക്കും അതല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് 2-ൽ നിന്ന് BJP എങ്ങനെയാണോ മാറിയത്, അതുപോലെ ഈ രാജ്യം ഭരിക്കുന്ന, ഈ നാട് ഭരിക്കുന്ന, നമ്മുടെ കേരളം ഭരിക്കുന്ന രീതിയിലേക്ക് BJP-ക്ക് മാറാൻ ഈ അവസ്ഥയിൽ പറ്റുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് കൃത്യമായിട്ട് ചോദിക്കുക തന്നെ വേണം. അല്ലാതെ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ നെഞ്ചത്തോട്ട് കയറുകയല്ല വേണ്ടത്. നെഞ്ചത്തോട്ട് കയറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. എന്തെന്നറിയാമോ, ഇന്ന് ഈ പറയുന്ന BJP-യുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിച്ചു കോടികൾ പോക്കറ്റിലാക്കി പള്ള വീർപ്പിച്ച് നടക്കുന്ന പല നേതാക്കന്മാരുടെയും വികൃത താടി വെച്ച മുഖങ്ങളും താടി ഇല്ലാത്ത മുഖങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ അതിനെതിരെ ഓൺലൈൻ ചാനലുകാരുടെ പടച്ചുവിടലാണെന്ന് പറയുന്ന ന്യായീകരണങ്ങളടക്കം ചില വ്യാജ പേരുകാരിമാർ, അങ്ങനെ തന്നെ പറയണം, കാരണം അവരുടെ പേര് അറിയുന്നില്ല, എനിക്ക് ഭയമൊന്നുമില്ല. അധീന ആൻ അലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. സ്വന്തം പേരിൽ പോലും ആൻ അലക്സ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ നാമം മാറ്റിവെച്ചുകൊണ്ട് അധീന ഭാരതി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലേക്കും അങ്ങോട്ട് വലിഞ്ഞു കയറി നടക്കുന്ന, എന്നാൽ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ മൂടുതാങ്ങികളുടെയും ഞരമ്പ് രോഗികളുടെയും ആ ഭാഷ ഉപയോഗിക്കുന്നതിൽ എന്റെ ആ ഒരു ഭാരവാഹിത്വം, ഞാൻ വഹിക്കുന്ന ഉത്തരവാദിത്വം വിലങ്ങാണെങ്കിൽ പോലും അതിന് വേറെ വാക്കുകളില്ലാത്തത് കൊണ്ട് ഇവിടെ ഉപയോഗിക്കുകയല്ലാതെ തരമില്ല. അത്തരത്തിൽ മൂടുതാങ്ങി നടക്കുന്ന നേതാക്കന്മാരും അണികളും ഉണ്ടാകുമ്പോൾ, ഇവിടെ ഞരമ്പ് സൂക്കേട് കൂടുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരേക്ക് പൊക്കിവിടാൻ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് പിറകിലൊക്കെ നടക്കുന്ന വൃത്തികേടുകൾ അത് കൃത്യമായിട്ടും മനസ്സിലാക്കുന്ന, പച്ചയ്ക്ക് പറയാൻ ഭയമില്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു അധീന ഭാരതീയെയും വെച്ചുകൊണ്ടും ഓൺലൈൻ ചാനലുകാരുടെ നെഞ്ചത്തോട്ട് ഒരു BJP നേതാവും പ്രവർത്തിക്കാനോ അതല്ലെങ്കിൽ വലിയ നേതാവ് ചമഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഓൺലൈൻ ചാനലുകാരുടെ നെഞ്ചത്തേക്ക് വരണ്ട എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. സ്വന്തം പേര് പോലും പച്ചയ്ക്ക് തുറന്നു പറയാൻ നാണവും മാനവും ഭയവുമാണ്. അതല്ലെങ്കിൽ ഉളുപ്പില്ലാതെ മറ്റൊരു പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ഇവിടത്തെ നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ പറ്റിക്കുന്ന പോലെ ഓൺലൈൻ ചാനലുകാരുടെ നെഞ്ചത്തോട്ട് വരണ്ട, ഓൺലൈൻ ചാനലുകാരെ പറ്റിക്കാനും നോക്കണ്ട. ഈ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പും കേന്ദ്രത്തിലേക്ക് കൃത്യമായിട്ടും റിപ്പോർട്ട് സഹിതം പോയിട്ടുണ്ട് എന്നുള്ളതും വരും നാളുകളിൽ ഒരുപാട് വികൃത മുഖങ്ങൾ നമ്മൾക്ക് കാണേണ്ടി വരും. സുന്ദരമായ മുഖങ്ങൾ കണ്ട നമ്മൾ അവരുടെ മുഖം സുന്ദരമായിരുന്നില്ല, വികൃതമായിരുന്നു എന്ന് പച്ചയ്ക്ക് കാണുമ്പോൾ അറിയുമ്പോൾ ആരും വിഷമിക്കേണ്ട, വേദനിക്കേണ്ട. അത് കാലത്തിന്റെ നിയോഗമാണ്. കാരണം അധർമ്മം വിളയാടുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി, നിലപാടെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ മുന്നോട്ട് വരേണ്ടി വരും. ഒരുപക്ഷെ അവരുടെ തലകടന്ന് താഴെ ഉരുണ്ടെന്ന് വരാം. പക്ഷെ അത് കരുതി അധർമ്മത്തിനെതിരെ മിണ്ടാതിരിക്കാൻ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ്, നേരിട്ടറിയുന്ന ഉദാഹരണം മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ വലിയ തട്ടിപ്പിന്റെ വാർത്തകളും വസ്തുതകളും പുറത്തു വരുമ്പോൾ അവരെ വെളുപ്പിച്ചെടുക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായുള്ള അണികളുടെ ഉത്തരവാദിത്തമല്ല. അതുകൊണ്ട് അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഏതെങ്കിലും അണികളുണ്ടെങ്കിൽ ആ അണികളോട് വലിയ താണപേക്ഷിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ അവരുടെ ബലിയാടാവരുത്, ഇരയാവരുത്. നമ്മളെ പറ്റിച്ചുകൊണ്ട്, ഈ നാടിനെ പറ്റിച്ചുകൊണ്ട്, ഈ നാടിന്റെ
നാടിന്റെ സംസ്കാരത്തെ പറ്റിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടെ നിന്നും കോടികൾ കട്ടെടുത്ത് തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നും പറഞ്ഞ് പിരിച്ചെടുത്തുള്ള കോടികൾ കട്ട് നക്കി കുടുംബം നോക്കി പോറ്റുന്ന വൃത്തികെട്ട നികൃഷ്ട ജന്മങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ സമൂഹ മാധ്യമത്തിൽ അവരുടെ സമൂഹത്തിന് മുൻപിൽ എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അവരെ വെളുപ്പിച്ചെടുക്കേണ്ടതല്ല നമ്മളുടെ ഉത്തരവാദിത്തം. അത് അയോധ്യ ക്ഷേത്രത്തിലെ സ്വർണം അതല്ലെങ്കിൽ ഭഗവാന്റെ മുതൽ കട്ടെടുത്ത വിഷയമാണെങ്കിലും കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് കട്ടു എന്ന BJP നേതൃത്വത്തിനെതിരെ വന്നിട്ടുള്ള വാർത്തയായാലും അതിൽ വെളുപ്പിച്ചെടുക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അതിനെതിരെയാണ് പ്രതിഷേധിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്. അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾക്ക് പാർട്ടി വിരുദ്ധൻ അതല്ലെങ്കിൽ ഇവിടത്തെ സംസ്ഥാന ദ്രോഹി വരെ പട്ടം നൽകാൻ ഇവിടത്തെ നക്കി ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകാരും ആ തട്ടിപ്പുകാരുടെ വാല് നക്കി നടക്കുന്ന അതല്ലെങ്കിൽ മൂട് താങ്ങി നടക്കുന്ന കുറെ എണ്ണവും വരും. പക്ഷെ അതൊന്നും നമ്മളെ പോലെയുള്ള ആളുകളെ ബാധിക്കുന്ന ഒന്നല്ല. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവൂ, ചെയ്യാനുള്ളത് ചെയ്തിട്ടേ പോവൂ. അതാണ് ശീലം, അതാണ് ജന്മസുഹൃതം, അത് ജന്മനാ കിട്ടിയിട്ടുള്ളതാ. അല്ലാതെ പല തന്തമാരുടെ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കാനും ഈ നാടിനെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ, നാട്ടുകാരെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ, ഈ സംസ്കാരത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ ജീവിക്കാനും നിന്റെ തന്തയല്ല അല്ലെങ്കിൽ നിന്റെ ഒന്നും തന്തമാരുടെ തന്തയല്ല എന്റെ തന്ത എന്ന് ഉറക്കെ പറയാനുള്ള നട്ടെല്ല് തന്റെ ഇടം ഓരോ ആളുകൾക്കും വേണം. ഏതൊരു സേവകനാണെങ്കിലും, വലിയ കുറുവടിയും ചുറ്റി നടന്ന വലിയ വമ്പൻ സേവകനാണെങ്കിൽ പോലും അയോധ്യ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുതൽ കട്ടവൻ വെറും കള്ളൻ തന്നെയാണ്. അത് 1 രൂപയാണെങ്കിലും 1000 കോടി കട്ടവനാണെങ്കിലും. അതുകൊണ്ട് ഈ കള്ളന്മാരെ ഒന്ന് പോറ്റി വെളുപ്പിച്ചെടുത്ത് അവരെ മിനുക്കി ജനങ്ങളുടെ മുൻപിലേക്ക് പോളിഷ് ചെയ്തിറക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തമില്ല. ചെയ്ത കള്ളൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. നാണം കെട്ട് നാറി ആളുകളുടെ തുപ്പും മാട്ടും പേറ്റ് ജീവിക്കുക തന്നെ വേണം. ആ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സ്വയം സേവകരുടെ ജീവന്റെ മേൽ പടുത്തുയർത്തിയ ആ ക്ഷേത്രത്തിൽ നടത്തിയ വൻകൊള്ള, ആ കൊള്ളക്കെതിരെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോഴേ ഈ കൊള്ളക്കാർക്ക് മനസ്സിലാവൂ ഇത് ചോദ്യം ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളത്. വെളുപ്പിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. വീണ്ടും വീണ്ടും കക്കാനും കൊള്ള നടത്താനും കൊള്ളരുതായ്മ നടത്താനുമുള്ള പ്രചോദനമായി മാറും. അത് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. ഇനി ഇതിനെതിരെ എനിക്കെതിരെ ഇവിടെ കമന്റ് ഇട്ട് മെഴുകി ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അവർക്കൊക്കെ നടുവിരൽ നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നിന്റെയൊന്നും തന്തമാരല്ല എന്റെ തന്ത. ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ നട്ടലുള്ള ഒരു വ്യക്തിത്വത്തോടു കൂടി ജീവിക്കുന്ന ആളായതുകൊണ്ട് അതൊക്കെ നിന്റെ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞോ എന്ന ആ മറുപടി കൂടി ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.